അടുത്തതായി മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും സക്സസ് ആയത്, എന്തുകൊണ്ടാണ് മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ് ഇത്രയും സക്സസ് ആയതും ഇത്രയും കോമൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്, അതിലുള്ള റീസൺസ് നമ്മൾ പറഞ്ഞിരുന്നു. മെൻഡൽ സെലക്ട് ചെയ്ത പ്ലാന്റ് പീ പ്ലാന്റ് ആണ്, ഗാർഡൻ പീ. സോ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും മെൻഡൽ ചെയ്ത ആ ഒരു വർക്കും അനുസരിച്ച്, മെൻഡൽ ചെയ്ത മെത്തേഡും ഒക്കെ അനുസരിച്ചിട്ടാണ് മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ് ഇത്രയും സക്സസ് ആവാൻ കാരണം. ഫസ്റ്റ് റീസൺസ് ഫോർ മെൻഡൽ സക്സസ് എന്നല്ല. ഫസ്റ്റ് വൺ, സ്യൂട്ടബിലിറ്റി ഓഫ് ദ എക്സ്പെരിമെൻറ്റ് മെറ്റീരിയൽ ബൈ സം സെറ്റീവ്. സോ മെൻഡലിൽ സെലക്ട് ചെയ്ത പീ പ്ലാന്റ് അത്രയും നല്ലൊരു പ്ലാന്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്. സോ ആ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്ത ഏറ്റവും എന്താ പറയുക ഓപ്റ്റിംഗ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു മെൻഡൽ സെലക്ട് ചെയ്ത ആ ഒരു എക്സ്പെരിമെൻറ്റ് മെറ്റീരിയൽ. രണ്ടാമത്തത്, സ്റ്റഡീഡ് സിംഗിൾ ക്യാരക്ടർ ഓർ ടു അറ്റ് എ ടൈം. സോ അറ്റ് എ ടൈം ഐദർ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടർ മാത്രമേ അറ്റ് എ ടൈം സ്റ്റഡി ചെയ്യൂ. അതാണ് ഒരു ക്യാരക്ടർ ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ സ്റ്റഡി ചെയ്തു മോണോഹൈബ്രിഡ്, ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ് സ്റ്റഡി ചെയ്തു ഡൈഹൈബ്രിഡ്. സോ അറ്റ് എ ടൈം ഐദർ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടർ മാത്രമേ മെൻഡൽ സ്റ്റഡി ചെയ്തിരുന്നു. അതും ഒരു സക്സസ്സിന് കാരണമായിരുന്നു. മൂന്നാമത്തെ റീസൺ, ഹി കെപ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് ജനറേഷൻ. ഓരോ ജനറേഷനിലും, സോ പാരൻ്റൽ ജനറേഷൻ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന F1 അത് കഴിഞ്ഞിട്ട് F2, ഓരോ ക്യാരക്ടറും സ്റ്റഡി ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകളൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസുകൾ വെച്ചിട്ട്, ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് ജനറേഷൻ, ഓരോ ജനറേഷനിലും കിട്ടുന്ന ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അയാൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടുന്ന ആ ജനറേഷനിൽ കിട്ടുന്ന റിസൾട്ടുകൾ അയാൾക്ക് ടു കമ്പയർ ദ റിസൾട്ട്. F1 എന്താണ് കിട്ടിയത്, F2 എന്താണ് കിട്ടിയത്, F1 എന്തായിരുന്നു ഫിനോട്ടിപ്പിക് റേഷ്യോ, അല്ലെങ്കിൽ F2 എന്തായിരുന്നു അതിൻ്റെ ഫിനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക്, എത്രമാത്രം റേഷ്യോ ഡിഫറൻസ് വന്നു, എങ്ങനെയാണ് ആ ഡോമിനൻറ്റ് ക്യാരക്ടർ, എങ്ങനെയാണ് റെസിസീവ് ക്യാരക്ടർ ചെയ്ത്, എങ്ങനെയാണ് റേഷ്യോ വേരി ചെയ്ത്, ഇതൊക്കെ ആൾക്ക് മനസ്സിലായത് ഓരോ ജനറേഷനും കിട്ടുന്ന റിസൾട്ടുകൾ കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് വരുന്ന എല്ലാ ജനറേഷനിലും തമ്മിലായിട്ട് ഓരോ ക്യാരക്ടർ സ്റ്റഡി ചെയ്യുമ്പോഴും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, റിസൾട്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റി. അടുത്തത് നാലാമത്തെ, ഹി വാസ് കെയർഫുൾ ഇൻ ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ഓഫ് ഹിസ് എക്സ്പെരിമെൻറ്റ്. ഓരോ ജനറേഷനിലും കിട്ടുന്ന ആ ക്യാരക്ടേഴ്സും അതിൻ്റെ ഹൈബ്രിഡുകളുടെയും എല്ലാ ഇൻ്റർപ്രിറ്റേഷൻ കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ് അയാൾ റെക്കോർഡ് ചെയ്തിരുന്നത്. സോ F1ഉം F2ഉം അയാൾ എടുക്കുന്ന എത്ര നമ്പർ ഓഫ് പാരൻ്റൽ ജനറേഷൻ, എത്ര പാരൻസിനെയാണ് സ്റ്റഡി ചെയ്തത്, അതുകൊണ്ടാണ് 984 അങ്ങനെ കറക്റ്റ് ഒരു നമ്പർ, ഇത്ര റൗണ്ട് യെല്ലോ കിട്ടി, ഇത്ര റിങ്കിൾഡ് ഗ്രീൻ കിട്ടി എന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റിയ ആ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്തത് കറക്റ്റായിട്ടായിരുന്നു. അതാണ് കെയർഫുൾ ഇൻ ഇൻ്റർപ്രറ്റിംഗ് റിസൾട്ട്. ഒരു എററും വരുത്താണ്ട് റിസൾട്ടുകളൊക്കെ കറക്റ്റായിട്ടായിരുന്നു ഇൻ്റർപ്രറ്റ് ചെയ്തത്. അഞ്ചാമത്തത്, ഹി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ അനാലിസിസ് ഓഫ് റിസൾട്ട്. ഓരോ റിസൾട്ട് കിട്ടുമ്പോഴും അതിന് ഇത്ര റേഷ്യോ, 3:1 റേഷ്യോ, 1:2:1 റേഷ്യോ, അല്ലെങ്കിൽ 9:3:3:1 റേഷ്യോ, അങ്ങനെ ഫിനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോകൾ എല്ലാ റേഷ്യോ അയാൾക്ക് ഇതുപോലെ റേഷ്യോ ആക്കി കീപ്പ് ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ അയാൾ അപ്ലൈ ചെയ്ത സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളാണ്. സോ ബയോളജിയിൽ അയാളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ബയോളജിക്കൽ അല്ലെങ്കിൽ സയൻസ് ഫീൽഡിൽ, ബയോളജിയുടെ ഫീൽഡിൽ മാത്തമാറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസോടുകൂടി ഡാറ്റാസ് ഇൻ്റർപ്രറ്റ് ചെയ്തത് നമ്മുടെ മെൻഡലായിരുന്നു. അടുത്തത്, അതും അയാളുടെ എക്സ്പെരിമെൻറ്റിനെ സക്സസ് ആകാനായിട്ട് ഒരുപാട് സഹായിച്ചു. അടുത്തത്, ജീൻസ് റെസ്പോൺസിബിൾ ഫോർ മോസ്റ്റ് ഓഫ് ദ 7 pairs ഓഫ് ട്രേറ്റ്സ് വേർ ഓൺ സെപ്പറേറ്റ് ക്രോമസോം. സോ മെൻഡൽ സ്റ്റഡി ചെയ്ത് നമ്മൾ പറഞ്ഞു 7 pairs ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രേറ്റുകളാണ് സ്റ്റഡി ചെയ്തത്. ആ ക്യാരക്ടേഴ്സ് ഭാഗ്യവശാൽ ഈ പറഞ്ഞ 7 പെയർ ഓഫ് ട്രേറ്റുകളും എവിടെയായിരുന്നു, വേർ ഓൺ സെപ്പറേറ്റ് ക്രോമസോം. ഇയാൾ സ്റ്റഡി ചെയ്ത 7 പെയർ ഓഫ് ക്യാരക്ടേഴ്സും സെപ്പറേറ്റ് ക്രോമസോമുകളും, സെയിം ക്രോമസോമുകളിലല്ലായിരുന്നു ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രേറ്റുകൾ. മെൻഡൽ സ്റ്റഡി ചെയ്ത 7 പെയർ ഓഫ് ക്യാരക്ടേഴ്സും സെപ്പറേറ്റ് ക്രോമസോമുകളിലായിട്ടായിരുന്നു ഈ ക്യാരക്ടേഴ്സിൻ്റെ ജീനുകൾ ലൊക്കേറ്റ് ചെയ്തിരുന്നത്. അത് അയാളുടെ എക്സ്പെരിമെൻറ്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അത് നമ്മൾക്കിനി അടുത്തൊരു ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കുമ്പോൾ ഇത് സെയിം ക്രോമസോമിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാവും. ഇത് സെപ്പറേറ്റ് ക്രോമസോമുകളിലായതുകൊണ്ട് അയാളുടെ എക്സ്പെരിമെൻറ്റുകളും അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷനും റിസൾട്ടുകളൊക്കെ കറക്റ്റായിരുന്നു. ഇനി അടുത്ത്, ഓൾ ദ ക്യാരക്ടേഴ്സ് ചൂസൺ ബൈ ഹിം ഷോർട്ട് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഇയാൾ സ്റ്റഡി ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും ഡിഫറെൻറ്റ് ക്രോമസോമുകളിലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും എന്താണ് ചെയ്തത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട്മെൻറ്റ് കാണിക്കും. എസ്പെഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റിൽ
ഓരോ ക്യാരക്ടർ പെയർ ഓഫ് ക്യാരക്ടേഴ്സിൽ ഓരോ ക്യാരക്ടറും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഗ്യാമെറ്റ് ഫോർമേഷൻ സമയത്ത് അല്ലെങ്കിൽ മിയോസിസ് സമയത്ത് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫോർമേഷൻ സമയത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവർ അസോർട്ട് ചെയ്യുന്നത്. സോ ഇയാൾ മെൻ്റൽ സ്റ്റഡി ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും എന്തായിരുന്നു, ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻ്റ് ആണ് കാണിച്ചത്. എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്? ഇവരും എല്ലാ ജീനുകളും, ഈ ക്യാരക്ടേഴ്സിൻ്റെ ജീനുകളൊക്കെ ഡിഫറെൻറ്റ് ക്രോമസോമുകളിലായിരുന്നു, സെയിം ക്രോമസോമുകളിലല്ലായിരുന്നു. അതുപോലെ ട്രേറ്റുകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരുന്നു അസോർട്ട്മെൻറ്റ് കാണിച്ചത്. ലാസ്റ്റ് വൺ, ഹി സ്റ്റഡീഡ് ഓൺലി ഒപ്പോസിങ് ട്രേറ്റ്സ്. ഒപ്പോസിങ് ട്രേറ്റ്സുകൾ മാത്രം, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേറ്റുകൾ മാത്രമേ ഇയാൾ സ്റ്റഡി ചെയ്യുള്ളൂ. നമ്മൾ പഠിച്ചതാണ് ടോളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡ്വാർഫ്, നമ്മൾ സ്റ്റെം ഹൈറ്റ് പഠിക്കുമ്പോൾ. അതുപോലെ കളർ പഠിച്ചപ്പോൾ യെല്ലോ ആൻഡ് ഗ്രീൻ, രണ്ട് ഓപ്പോസിങ് ആയിട്ടുള്ള ട്രേറ്റുകളായിരുന്നു, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേറ്റുകളായിരുന്നു. അയാൾ 1 at a ടൈം സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 at a ടൈം. ഇതിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഒരേ സമയം അയാൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇത്രയൊക്കെയാണ് മെൻ്റലിൻ്റെ സക്സസ്സിനുള്ള കാരണങ്ങൾ. ഒന്നാമത് അയാൾ ചൂസ് ചെയ്ത എക്സ്പെരിമെൻ്റ് മെറ്റീരിയൽ പൈസംസിറ്റൈമിന് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റിയ, ഏറ്റവും നല്ല ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻറ്റ് മെറ്റീരിയൽ ആയിരുന്നു ഈ എക്സ്പെരിമെൻറ്റ് ജെനറ്റിക്സിനെ സ്റ്റഡി ചെയ്യാൻ. ബിക്കോസ് ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഗാർഡൻ പീ. നമ്മൾ പറഞ്ഞിരുന്നു സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നതാണെങ്കിലും അതിനെ ക്രോസ് പോളിനേറ്റ് ചെയ്യാനും പറ്റുന്നതായിരുന്നു. അതുപോലെ ഒറ്റ ക്യാരക്ടറോ അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ക്യാരക്ടർ മാത്രമേ ഒരേ സമയം അയാൾ സ്റ്റഡി ചെയ്തുള്ളൂ. മൂന്നാമത് അയാൾ കിട്ടുന്ന ഡീറ്റെയിൽസൊക്കെ അയാൾ ഓരോ ജനറേഷനിലും കറക്റ്റായിട്ട് സൂക്ഷിച്ചിരുന്നു. അതുപോലെ അയാൾ അനലൈസ് ചെയ്യുന്ന റിസൾട്ടുകളൊക്കെ കറക്റ്റായിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്തിരുന്നത്. അതിന് അനലൈസ് ചെയ്യാൻ അയാൾ യൂസ് ചെയ്ത മെത്തേഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡായിരുന്നു. അതുപോലെ മെൻ്റൽ സ്റ്റഡി ചെയ്ത എല്ലാ ജീൻസും 7 pairs ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ ട്രേറ്റുകളുടെ എല്ലാ ജീൻസും സെപ്പറേറ്റ് ക്രോമസോമുകളിലായിരുന്നു ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും മെൻ്റൽ ചൂസൻ ചെയ്തത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട്മെൻറ്റ് കാണിക്കുന്നതായിരുന്നു. അതുപോലെ ഒപ്പോസിങ് ട്രേറ്റുകൾ മാത്രമേ അയാൾ സ്റ്റഡി ചെയ്തുള്ളൂ. ഇത്രയൊക്കെയാണ് മെൻ്റലിൻ്റെ ഈ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ഓഫ് ജീനിനെ കുറിച്ച്. അത് ഒരു ജീനാണെങ്കിലും 2 ജീനാണെങ്കിലും, അതുപോലെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റിയ ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ഡൈഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റ് കൊണ്ടുവന്ന ലോ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്, ഇതൊക്കെ സക്സസ് ആവാനും മെൻ്റലിൻ്റെ ആ ഹെറിഡിറ്റി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഹെറിറ്റൻസുള്ള എല്ലാ ബേസിക് ഐഡിയാസ് കൊണ്ടുവരാനായിട്ട് അയാൾ ആ സക്സസ് കൊടുത്തത് മുഴുവൻ ഈ 8 റീസൺസ് ആയിരുന്നു അയാളുടെ എക്സ്പെരിമെൻറ്റിന് സക്സസ് കൊടുത്തത്.